Hello students, we have already learned about the Mealy machine and the Moore machine. So today we'll construct a few Mealy machine and Moore machine and we'll see how we can go about it. Okay. So ആദ്യം നമുക്ക് Moore machine constructionലേക്ക് പോവാം. Okay. In the syllabus you just have the designing part. So we'll focus more on that. Okay. അപ്പോൾ Moore machine എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? Moore machine എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓരോ ഔട്ട്പുട്ടിനും അല്ലെങ്കിൽ ഓരോ ഔട്ട്പുട്ടും ഓരോ സ്റ്റേറ്റ് ആയിട്ട് അസോസിയേറ്റഡ് ആണ് അല്ലേ. ഫോർ എവറി സ്റ്റേറ്റ് ദർ ഇസ് എൻ ഔട്ട്പുട്ട് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതിനെയാണ് നമ്മൾ Moore machine എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഹിയർ ഐ ഹാവ് ഗിവൻ എ ക്വസ്റ്റ്യൻ ആസ് you need to count the occurrence of AB as a substring in a particular input where sigma is equal to a comma b. Okay, അപ്പോൾ നമ്മളിവിടെ സിഗ്മ എന്നുള്ളത് നമ്മുടെ ആൽഫബറ്റിൽ വരുന്നത് എയും ബിയും ആണ്. ആൻഡ് യു നീഡ് ടു കൗണ്ട് ദി ഒക്കറൻസസ്. സി ബേസിക്കലി നമ്മൾ ഈ Moore മെഷീൻ മീലി മെഷീനൊക്കെ നമ്മൾ ഒക്കറൻസിൻ്റെ എണ്ണം എടുക്കാനും അത് കൗണ്ട് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഔട്ട്പുട്ട് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് അല്ലേ. ഫൈനൈറ്റ് ഓട്ടോമാറ്റ വിത്ത് ഔട്ട്പുട്ട് അസോസിയേറ്റഡ് വിത്ത് ഇറ്റിനെയാണ് നമ്മൾ എന്താ മീലി മെഷീൻ ആൻഡ് Moore മെഷീൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്കൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യെസ് ഓർ നോ അല്ലാതെ നമുക്കൊരു ഔട്ട്പുട്ടാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, കിട്ടേണ്ടത്. അതിനെയാണ് നമ്മൾ Moore മെഷീൻ അല്ലെങ്കിൽ മീലി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, എ ബി ആസ് എ സബ്സ്ട്രിങ്, ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു എ ബി വെച്ചിട്ട് എയും ബിയും ആൽഫബറ്റ് ഇൻക്ലൂഡഡ് ആകുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിന്, ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ഒക്കറൻസസ് ഓഫ് എ ബിയുടെ ഒക്കറൻസ് എത്ര പ്രാവശ്യം അതിൽ വരുന്നുണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിഗ്മ എന്നുള്ളത് എയും ബിയും ആണ്. നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് നമുക്ക് ഏതാ, ഐദർ 0 or 1 അല്ലേ. കൗണ്ടിൽ 0യും 1ഉം അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ആൽഫബറ്റ് നമ്മൾ 0യും 1ഉം ആയിട്ട് കൊടുത്തു. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ദിസ്. നമ്മൾ DFA ഞാൻ പറഞ്ഞു, ദിസ് മീലി മെഷീൻ ആൻഡ് Moore മെഷീൻ ആർ ഓൾ എൻ ആബ്സ്ട്രാക്ട് വേർഷൻ ഓഫ് ദ DFA. ഓക്കെ, അപ്പോൾ നമ്മൾ DFA ആണ് ഇതിനെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. എ ബി ആസ് എ സബ്സ്ട്രിങ് നമുക്കറിയാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ഡു ദാറ്റ് യു നീഡ് ടു കൺസ്ട്രക്ട് DFA ദാറ്റ് എൻഡ്സ് വിത്ത് ദ സ്ട്രിങ് എ ബി. ഓക്കെ, എൻഡ് ചെയ്യണം. നമുക്ക് കണ്ടെയ്നിങ് എ ബി അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് എ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ DFAയിൽ എ ബി എന്നുള്ള ഒക്കറൻസ് ഒരൊറ്റ പ്രാവശ്യം നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ. സ്റ്റാർട്ടിങ് വിത്ത് എ ബി എന്ന് പറയുമ്പോൾ നിങ്ങൾ DFA വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്താ, എ ബി എന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിൽ ഒരു പ്രാവശ്യമേ വരുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടെയ്നിങ് എ ബി എന്ന് പറഞ്ഞാലും എ ബി ഒരു പ്രാവശ്യം ഒക്കറൻസ് അതിൽ നമുക്ക് DFA വരയ്ക്കുമ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. whereas when you construct a DFA which ends with AB, നമുക്ക് എ ബിയിൽ എൻഡ് ചെയ്യണ ഒരു DFA വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ആ DFAയിൽ കാണിക്കാൻ പറ്റും. എത്ര നമ്പർ ഓഫ് എ ബീസ് വേണമെങ്കിലും നമുക്ക് ആ പർട്ടിക്കുലർ DFAയിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് വൈ വി ഡ്രോ. നമ്മൾ അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യനും കണക്റ്റഡ് വിത്ത് മീലി മെഷീൻ ആൻഡ് Moore മെഷീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ പർട്ടിക്കുലർ സ്ട്രിങ് എൻഡ് ചെയ്യണത് അങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾ DFA വരയ്ക്കേണ്ടത്. ഓക്കെ, യു നീഡ് ടു കൺസ്ട്രക്ട് എ DFA. ഹിയർ യു നീഡ് ടു കൺസ്ട്രക്ട് എ DFA ദാറ്റ് എൻഡ്സ് വിത്ത് എ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എ ബീസിൻ്റെ കൗണ്ട് കിട്ടും. ഓക്കെ, സോ ലെറ്റ് സീ ഹൗ വി ക്യാൻ ഡു ദാറ്റ്. I'll just rub this off. നമ്മൾ എങ്ങനെ വരയ്ക്കുക? എ ബി, യു ഓൾ നോ ഹൗ ടു construct a DFA that ends with AB അല്ലേ. എ ബി starting it can have any number of B's. Here it can have any number of A's അല്ലേ. ഇനി ഞാൻ ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് നെയിം ഇറ്റ് ആസ് എ ബി ആൻഡ് സി. ഓക്കെ, എ ബി എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സി എന്നുള്ളത് ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. സോ ഐ ഡബിൾ സർക്കിൾ ദാറ്റ്. ഓക്കെ, ഇനി എനിക്ക് സിയിൽ ഒരു എ വരുമ്പോൾ where do I go? സിയിൽ ഒരു എ വരുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോവുക? I can simply go to the state B and I can wait until I get another B അല്ലേ. സിയിൽ ബി വരുമ്പോഴോ you move to the state A and you wait until you get another AB അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കി നോക്കൂ, എ ബി ആസ് എ സബ്സ്ട്രിങ് എന്നാണ് വന്നിരിക്കുന്നത്. സിയിൽ എനിക്ക് എ കിട്ടി. എ കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് ബിയിലേക്ക് വന്നാലല്ലേ എനിക്ക് എ ബി തിരിച്ചും
ഒരു സബ്സ്ട്രിങ് ഒരു ബി വന്നു കഴിഞ്ഞാൽ പിന്നെയും എൻ്റെ കൗണ്ട് ഇൻക്രീസ് ആവും എ ബിയുടെ അല്ലേ. സിയിൽ വെൻ ഐ ഗെറ്റ് ബി I simply go to the state A and then I wait until I get another AB to reach the final state. ഇങ്ങനെയല്ലേ നിങ്ങൾ എൻഡിങ് വിത്ത് എ ബി ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് what you need to construct is a Murray machine. Murray machine എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം every state is associated with an output or every state gives a single output. അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് എ ബി എന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ കൗണ്ട് നമ്മൾ 1 ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എ ബി കിട്ടുമ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും, സിൻ്റെ അവിടെ 1 കൊടുക്കും. വിച്ച് മീൻസ് ഐ ഹാവ് എൻകൗണ്ടേർഡ് 1 AB. സിയിലെത്തുമ്പോഴേക്കും എനിക്കൊരു 1 AB കിട്ടില്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ, ബാക്കിയുള്ള ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ്, എയിലാണെങ്കിൽ എ ബി ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടില്ല, ബിയിലാണെങ്കിലും ഞാൻ എ ബി എൻകൗണ്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ സിയിലെത്തുമ്പോൾ മാത്രമാണ് എൻ്റെ സ്ട്രിങ് ആക്സെപ്റ്റഡ് ആവുന്നത്, അവിടെ മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ അല്ലേ. ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം നമുക്ക്. ലെറ്റ് us take an example of AB. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കി നോക്കൂ എങ്ങനെയാണ് വരിക. എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഐ എം ഇനീഷ്യലി ഇൻ ദ സ്റ്റേറ്റ് എ. ഓക്കെ, എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ വെൻ ഐ എം ഗെറ്റിംഗ് എ സിംഗിൾ എ, ഞാൻ ഏത് എ എന്നുള്ള സ്റ്റേറ്റ് കാണുമ്പോൾ ഐ വിൽ പ്രൊഡ്യൂസ് എൻ ഔട്ട്പുട്ട് 0 അല്ലേ. എന്നിട്ട് എയിൽ എ വരുമ്പോൾ വേറെ ഐ ഗോയിങ് ടു ദ സ്റ്റേറ്റ് ബി. ബി കാണുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് അസോസിയേറ്റഡ് എന്താണ്, അഗെയിൻ ഇറ്റ്സ് എ 0. ഇനി എന്താണ്, ബിയിൽ ബി വന്നു. ബിയിൽ ബി വരുമ്പോൾ എവിടെയാണ് പോകുന്നത്, ഐ ഗോയിങ് ടു ദ സ്റ്റേറ്റ് സി. സി കണ്ടു കഴിഞ്ഞാൽ ഐ വിൽ ഗിവ് ദി ഔട്ട്പുട്ട് ആസ് 1. അപ്പോൾ എ ബി എൻകൗണ്ടർ ചെയ്തപ്പോൾ നോക്കൂ എൻ്റെ കൗണ്ട് 1 ആയില്ലേ. ഇനി നോക്കൂ, അപ്പോൾ എ ബി കഴിഞ്ഞു, ഇനി എനിക്കൊരു എ വന്നു. സിയിൽ ഐ എം ഗെറ്റിംഗ് എൻ എ വരുമ്പോൾ സിയിൽ എ വരുമ്പോൾ വേറെ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് ബി. ബിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ്, അപ്പോൾ ഞാൻ 0 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഐ എം ഗെറ്റിംഗ് അനാദർ എ ബിയിൽ. ഓക്കെ, ഐ ജസ്റ്റ് ഡ്രോ ദിസ് ഹിയർ. Kindly excuse me for the for the very less space. Bയിൽ when I get another A, ബിയിൽ എ വരുമ്പോൾ ഐ എം റിമൈനിങ് ഇൻ ദ സെയിം സ്റ്റേറ്റ് ബി അല്ലേ. ബിയിൽ എൻ്റെ ഔട്ട്പുട്ട് അസോസിയേറ്റഡ് എന്താണ്, 0 ആണ്. ഓക്കെ, ഇനി എനിക്കൊരു ബിയും കൂടി ഉണ്ട്. ബിയിൽ when I encounter the input alphabet B, where am I going? I am going to the state C. And what is the output associated with C? It is 1. So see, 0 0 1 0 0 1. So you have got 2 1s, which means in the input alphabet, in the input string that you have given, you have 2 ABs. Correct alle? Ivide oru AB, ivide oru AB. So this is how you do it. You can just give any random string and then you can check if this will work out. Okay, അപ്പോൾ നമ്മളിതിൽ ഓർത്ത് വെക്കേണ്ടത്, നമ്മളത് എൻഡിങ് വിത്ത് എ ബിൻ്റെ ഒരു DFA വരയ്ക്കുക. ഔട്ട്പുട്ട് ബാക്കി നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൽ എത്തുമ്പോഴല്ലേ നമുക്ക് 1 ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ സിൻ്റെ അവിടെ 1 കൊടുക്കുക, ബാക്കി എല്ലാം 0 ആയിരിക്കും. ഓക്കെ, now let's just note this down and we'll go for another example. See, next question is counting the occurrences of A, B, B in a string. നമ്മൾ എ ബി ചെയ്തു, അതേപോലെ തന്നെ എ ബി ബി in a string. Okay, so you need to construct a DFA that ends with ABB. Okay, അപ്പോൾ നമ്മളത് എങ്ങനെയാണ് വരയ്ക്കുക? Initial state A, on seeing A you go to a state B, and then on seeing B you go to a state C, and on seeing B you go to a state D, which is the final state. അല്ലേ? ഇനി നോക്കൂ, ഇവിടെ എ വന്നാൽ അതൊക്കെ പറഞ്ഞു. അപ്പോൾ എയിൽ ബി വന്നാൽ ഐ ക്യാൻ സിംപ്ലി സ്റ്റേ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. ആൻഡ് ബിയിൽ ഓക്കെ, ബിയിൽ ബി വന്ന എ വന്നു കഴിഞ്ഞാൽ ഐ അഗെയിൻ റിമെയിൻ ഇൻ ദ സെയിം സ്റ്റേറ്റ്. എ ബി ബി അല്ലേ, എ ബി ബി. ഓക്കെ, ഇനി എനിക്ക് സിയിൽ ബി വന്നാൽ ഞാൻ ഡിയിലേക്ക് പോകുന്നതിനുണ്ട്. സിയിൽ എനിക്ക് എ വന്നാൽ വേർ ഡു ഐ ഗോ? എനിക്ക് എ വന്നു കഴിഞ്ഞാൽ ദെൻ ഐ നീഡ് ടു ഗെറ്റ് 2 Bs അല്ലേ. എ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 B ആണ്, ബി ബി. അപ്പം ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഇവിടെ എ വന്നു കഴിഞ്ഞാൽ ഐ സിംപ്ലി മൂവ് ടു ദ സ്റ്റേറ്റ് ഹിയർ ബി. എ വന്നാൽ അപ്പോൾ നോക്കൂ, ബി ബി കിട്ടി.
എനിക്ക് അപ്പോൾ സിൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഡിയിൽ എ വന്നാലും ബി വന്നാലും എങ്ങോട്ട് പോകുന്നത്. എനിക്ക് ഇവിടെ ഡിയിൽ എനിക്കൊരു എ കിട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ എനിക്ക് ബാക്കി എത്ര എണ്ണം കിട്ടണം? ഒരു എ കിട്ടി, പിന്നെ എനിക്ക് 2 ബി ആണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഏത് സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടത്? ഒരു എ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ 2 ബി കിട്ടുക വേണം. 2 ബി എ കിട്ടേണ്ടു. അപ്പം ഞാൻ എങ്ങോട്ട് പോവും? ഇവിടുന്ന് ഐ സിംപ്ലി മൂവ് ടു ദ സ്റ്റേറ്റ് ബി. എ കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഡിയിൽ ബി കിട്ടുകയാണെങ്കിലോ? ഡിയിൽ ബി കിട്ടുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു എ ബി ബി വരണ വരെ വെയിറ്റ് ചെയ്യണം. ബി ആണ് കിട്ടുന്നത് എങ്കിൽ ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ ഡിയിൽ എനിക്ക് ബി കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ഗോ ടു ദ സ്റ്റേറ്റ് എ. അപ്പോൾ എന്തായി? ബി കിട്ടിക്കഴിഞ്ഞാൽ എ ബി ബി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. മനസ്സിലായോ? സോ ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. ഇതിൽ നമുക്ക് നോക്കൂ, ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നോക്കൂ, എനിക്ക് എ ബി ബി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൗണ്ട് 1 ആക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? എ ബി ബി വരുമ്പോൾ ഇവിടെ ഡിയിലല്ല എത്തുന്നത്, അപ്പോൾ ഡീൻ്റെ അവിടെ ഞാൻ /1 എന്ന് കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ എനിക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം അല്ലേ? അപ്പോൾ എന്റെ അവിടെ അസോസിയേറ്റഡ് ഇൻപുട്ട് 0, ബിന്റെ അവിടെ അസോസിയേറ്റഡ് ഔട്ട്പുട്ട് 0, സിന്റെ അവിടെ ഓൾസോ ദി അസോസിയേറ്റഡ് ഔട്ട്പുട്ട് 0. ഓക്കെ. ഇനി നമുക്കിതൊരു എക്സാമ്പിൾ, നിങ്ങളൊരു റാൻഡം എക്സാമ്പിൾ ഇട്ട് നോക്കിയിട്ട് ജസ്റ്റ് സീ ഇഫ് യു ആർ ഗെറ്റിംഗ് ദ റൈറ്റ് ആൻസർ. ആ കൗണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൗണ്ട് കറക്റ്റ് ആവുണ്ടോ നോക്കൂ. ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. Now let's see how we can construct a Mealy machine. Okay, ഇപ്പോൾ മൂറേ മെഷീൻ എങ്ങനെയാണ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പഠിച്ചു. Now we will see how we can construct a Mealy machine. Okay, Mealy machine എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? With every state and every input there is an output associated with it. അല്ലേ? മറ്റേത് നമ്മൾ എന്താ പറഞ്ഞാൽ, നമുക്ക് ഒരു സ്റ്റേറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഔട്ട്പുട്ട് നമ്മൾ എഴുതും. ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമ്മൾ കാണിക്കും, ഇൻപുട്ട് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് അല്ലേ? ഇവിടെ അങ്ങനെയല്ല. മീലി മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റും അതിൽ വരുന്ന ഇൻപുട്ടും എന്താണ് എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അല്ലേ? അതാണ് മീലി മെഷീനും മൂറേ മെഷീനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. വിത്ത് എവറി ഇൻപുട്ട് ആൻഡ് എവറി സ്റ്റേറ്റ് ദർ ഇസ് ആൻ ഔട്ട്പുട്ട് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അത് രണ്ടും നമ്മൾ നോക്കണം. ഓക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ ചെയ്യേണ്ടത്, ഐ നീഡ് ടു കൺസ്ട്രക്ട് എ മീലി മെഷീൻ ദാറ്റ് ഫൈൻഡ്സ് ദ 2's കോംപ്ലിമെൻറ്റ് ഓഫ് എ നമ്പർ. ഓക്കെ. നിങ്ങൾക്കറിയാം 2's കോംപ്ലിമെൻറ്റ് എന്താണ്, 1's കോംപ്ലിമെൻറ്റ് എന്താണ്. വാട്ട് ഇസ് 1's കോംപ്ലിമെൻറ്റ്? 1's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇഫ് ഐ എം ഗിവിംഗ് 1011. ഓക്കെ. 1011 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പറിനെ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ടെൽ മീ, വാട്ട് ഡു യു ഗെറ്റ്? യു വിൽ ഗെറ്റ് എല്ലാ 1കളും 0 ആവും, എല്ലാ 0യും 1 ആവും അല്ലേ? അപ്പോൾ ഇറ്റ് വിൽ ബി സിംപ്ലി 0 1 0 0. ഇതാണ് 1's കോംപ്ലിമെൻറ്റ് വരിക അല്ലേ? 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ? 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ ഒരു 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ. ഇപ്പോൾ ഈ പർട്ടിക്കുലർ ബൈനറി നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യാന്ന് പറയുമ്പോൾ, 1's കോംപ്ലിമെൻറ്റ് നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എഴുതാം. ദിസ് ഇസ് ദ ബൈനറി നമ്പർ. ഇതിൻ്റെയാണ് എനിക്ക് 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ 1's കോംപ്ലിമെൻറ്റ് എന്താണ്? 1's കോംപ്ലിമെൻ്റ് ആണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 1ഉം കൂടി ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 1 0 1 0. ദിസ് ഇസ് ദ 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ ബൈനറി നമ്പർ. 1's കോംപ്ലിമെൻറ്റ് ആണ്, അതിൻ്റെ കൂടെ ഒരു 1ഉം കൂടി ആഡ് ചെയ്യാം. ഓക്കെ. ദിസ് ഇസ് ഹൗ യു ഡു ദ 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ, ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് നമുക്ക് വി നീഡ് ടു ഗെറ്റ് ദ 2's കോംപ്ലിമെൻറ്റ്. അതിൻ്റെ ഒരു മീലി മെഷീനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ഇവിടെ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുന്നു, ഇഫ് ഐ എം അറ്റ് എ സ്റ്റേറ്റ് എ. ഓക്കെ. ഒരു സ്റ്റേറ്റ് എയിലാണെങ്കിൽ 1's കോംപ്ലിമെൻറ്റിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ മീലി മെഷീൻ വരയ്ക്കാൻ പറ്റുക? 1's കോംപ്ലിമെൻറ്റിൽ 1 വന്നാൽ അതിനൊക്കെ 0 ആക്കും, 0 വന്നാൽ 1 ആക്കും. ഓക്കെ. ഇഫ് ഐ എം ഗെറ്റിംഗ് 1 then I will simply give the output as 0. 1 വന്നാൽ അതിനെ 0 ആക്കും. ഇനി ഇവിടെ 0 ആണ് വരുന്നത് എങ്കിൽ I will give the output as 1. ഇതാണ് നമ്മുടെ 1's കോംപ്ലിമെൻറ്റിൻ്റെ മീലി മെഷീൻ വരുന്നത്.
ഓക്കെ, വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ മീലി മെഷീൻ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റിൽ ഇതിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടാണ് ടൂസ് കോംപ്ലിമെൻറ്റിൻ്റെ മീലി മെഷീൻ വരിക നോക്കാം. ഓക്കെ, അതിന് മുമ്പ് എനിക്ക് കുറച്ച് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട്. വിൽ സീ ദാറ്റ്. ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. നോക്കൂ, മൈ ബൈനറി നമ്പർ ഇസ് 1100. ഓക്കെ, ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്താണ്? 0011. ഓക്കെ, ടൂസ് കോംപ്ലിമെൻ്റ് എന്താ വരിക? ഇതിനൂടെ +1 കൂടിയും വരും. ഓക്കെ, അപ്പോൾ 1 + 1 0 ക്യാരി 1. ഓക്കെ, 1 1 0 ക്യാരി 1 1 0 0 1 0 0 എന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് കിട്ടുക. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു നമ്പർ കൊടുക്കുകയാണ്. 1 1 0 1 0 0. ഓക്കെ, ഇതാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്താണ്? വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 0 0 1 0 1 1. ടൂസ് കോംപ്ലിമെൻ്റ് ആകുമ്പോൾ എന്താ? ഇതിൻ്റെ കൂടെ നിങ്ങളൊരു +1 കൂടി കൊടുക്കും അല്ലേ? ടൂസ് കോംപ്ലിമെൻറ്റിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 1 + 1 0 ക്യാരി 1 1 + 1 0 ക്യാരി 1 1 1 0 0. സി, ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇത് നോക്കി, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ പർട്ടിക്കുലർ ഇൻപുട്ടും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടും ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, അതെങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ വരണമെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ നമുക്കുള്ളത് 2 zeros ആണ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണം കേട്ടോ. ഓക്കെ, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ തുടങ്ങുക. അപ്പോൾ നോക്കൂ, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ എത്ര നമ്പർ ഓഫ് സീറോസ് വരുന്നോ അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി വയ്ക്കും അൺടിൽ വി എൻകൗണ്ടർ 1. ഓക്കെ, ലാസ്റ്റ് നിന്ന് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന്ന് സീറോസ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കും ഔട്ട്പുട്ടിൽ അൺടിൽ വി കം അക്രോസ് 1. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എനിക്ക് 2 0 ഉണ്ട്. ഓക്കെ, ഇവിടെ 2 0 ഉണ്ട്. ആ 2 0 ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ എഴുതി വെച്ചു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എനിക്ക് കിട്ടിയിരിക്കണം എന്താണ്? ഒരു 1 ആണ് അല്ലേ? നെക്സ്റ്റ് എനിക്ക് കിട്ടിയിരിക്കണം ഒരു 1 ആണ്. ആ 1നെയും ഞാൻ അങ്ങനെ തന്നെ എഴുതി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ വരുന്നു അതിൻ്റെയൊക്കെ ഞാൻ കോംപ്ലിമെൻ്റ് എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരണം. നോക്കൂ, ഒരു 1 അല്ലേ? ആ 1ൻ്റെ കോംപ്ലിമെൻ്റ് ഞാൻ എടുത്തു 0 ആക്കി. സോ എവ്രിവെയർ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സിലെ 0 നമ്മൾ ഔട്ട്പുട്ടിലേക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്യും. ഒരു 1 വന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള 1 അതേപോലെ തന്നെ ഇടും. അത് കഴിഞ്ഞിട്ട് എന്താണോ വരണത് അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ നോക്കി നോക്കൂ, ഇതൊന്നും ഈ അഡീഷൻ ഒന്നും ചെയ്യാണ്ടുള്ള മെത്തേഡാട്ടോ പറയണത്. ഇവിടെ നോക്കൂ, 2 0 ആണ്. ആ 2 0 നമ്മൾ അങ്ങനെ തന്നെ എഴുതി വെച്ചു. ഒരു 1 ആണ്. ആ 1ഉം നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, നെക്സ്റ്റ് 0 ആണ്. അത് 1 ആക്കി. 1നെ 0 ആക്കി. 1നെ 0 ആക്കി. ഇവിടെ മുതൽ നമ്മൾ വൺസ് കോംപ്ലിമെൻ്റ് എടുത്തു. അതുവരെയുള്ളത് സീറോസും ഫസ്റ്റ് 1ഉം നമ്മൾ അങ്ങനെ തന്നെ എഴുതും. ഫസ്റ്റ് 1 മാത്രം കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, അപ്പം ഇവിടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആണെങ്കിലോ എന്ന്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിങ്ങനെ റബ് ദിസ്. ഇപ്പം നോക്കൂ, എൻ്റെ ഇൻപുട്ട് എന്നുള്ളത് ഒരു 1 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 വരണതായിക്കോട്ടെ. ഓക്കെ, 1 1 0 1 ഇതാണ് നോക്കിയോ. ഓക്കെ, ദിസ് ഇസ് മൈ ബൈനറി നമ്പർ. ഇതിൻ്റെയാണ് എനിക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് കാണുന്നത്. അപ്പോഴും എനിക്ക് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 0 ഇല്ല. അപ്പോൾ ഓക്കെ, വേണ്ട, സീറോസ് ഇല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തി? ഓക്കെ, ഇതിൻ്റെ കൺവെൻഷൻ മെത്തേഡ് ഞാൻ പറയാം. വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 0 0 1 0. ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ +1 ചെയ്യും. 1 1 0 0. ഇതാണ് ടൂസ് കോംപ്ലിമെൻറ്റ് വരിക. ഓക്കെ, ഇതിൽ നിങ്ങൾ ഔട്ട്പുട്ട് നോക്കൂ, സീറോസ് ഇല്ല. ഓക്കെ, ഫസ്റ്റ് വരണ 1 ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണോ വരണത് അതിൻ്റെയൊക്കെ വൺസ് കോംപ്ലിമെൻ്റ് എടുത്തു. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ടൂസ് കോംപ്ലിമെൻറ്റിൻ്റെ DFA നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുള്ളത്. നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഷോ യു. I am at a state Q0
ഓക്കെ, Q0യിൽ എനിക്ക് നമ്മളെപ്പോഴും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നുള്ള കാര്യമാണ് കേട്ടോ, നമ്മൾ അങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നല്ല, ബാക്ക് എന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റിൽ എനിക്ക് 0 ആണെങ്കിൽ ഞാൻ എൻ്റെ ഔട്ട്പുട്ട് എന്താക്കും? 0 തന്നെ വെക്കും. ഓക്കെ, 1 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 1 ആണെങ്കിൽ ഐ വിൽ മേക്ക് ഇറ്റ് ആസ് 1 itself, അല്ലേ? 1നെ ഞാൻ 1 തന്നെ ആക്കും. ആൻഡ് ദെൻ ഐ വിൽ ഗോ ടു അനദർ സ്റ്റേറ്റ് Q1. അപ്പോൾ 0സും 1ഉം കഴിഞ്ഞു. ഓക്കെ, ആ ഫസ്റ്റ് 1 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വരണത് എന്താണെങ്കിലും ഞാൻ എന്ത് ചെയ്യും? അതിനെയൊക്കെ 1's കോംപ്ലിമെൻ്റ് ഇടും. ഓക്കെ, ഇവിടെ എനിക്ക് 0 വരികയാണെങ്കിൽ ഞാനത് 1 ആക്കും, 1 വരികയാണെങ്കിൽ ഞാൻ അതിനെ 0 ആക്കും. ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്. ഐ ഹോപ്പ് യു ഹവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കൂ, ഞാൻ ഇപ്പോൾ എടുക്കുകയാണ് 1100 എന്നുള്ളത് തന്നെ എടുക്കുകയാണ്. ഓക്കെ, 1100 എന്ന് പറയുമ്പോൾ എനിക്ക് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ് കേട്ടോ തുടങ്ങേണ്ടത്. അപ്പം ഞാൻ ഇത് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. Q0യിൽ എനിക്ക് 0 വരുമ്പോൾ ഫസ്റ്റത്തെ തന്നെ Q0യിൽ വെൻ ഐ എം ഗെറ്റിംഗ് 0 ഞാൻ 0011 എഴുതേണ്ടത്, ബിക്കോസ് ഐ എം സ്റ്റാർട്ടിങ് ഇറ്റ് ഫ്രോം ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്കിവിടെ എഴുതി വയ്ക്കാം. 1100 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതിൻ്റെ 1's കോംപ്ലിമെൻ്റ് എന്താ വരിക? 0011. 2's കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ +1. അപ്പോൾ 2's കോംപ്ലിമെൻ്റ് എന്താ വരിക? 1 + 1 0 carry 1, 1 + 1 0 carry 1 0. ഇതാണ് എനിക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കി നോക്കൂ, Q0യിൽ 0 എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യണത്? എനിക്ക് ഔട്ട്പുട്ട് എന്താ വരണത്? ഔട്ട്പുട്ട് ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0 and then I will go to a state ഓക്കെ, ഔട്ട്പുട്ട് 0 വരുമ്പോൾ ഞാൻ അവിടെ Q0യിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, Q0യിൽ തിരിച്ചും ഒരു 0 വന്നു. തിരിച്ചും ഒരു 0 വരുമ്പോൾ എന്താ ചെയ്യണേ? ഞാൻ Q0യിൽ തന്നെയാണ് റിമെയിൻ ചെയ്യണത്. എൻ്റെ ഔട്ട്പുട്ട് എന്താണ്? Q0. അപ്പോൾ 0 തന്നെ കിട്ടി എനിക്ക്. ഐ എം അഗെയിൻ റിമൈനിങ് ഇൻ ദ സ്റ്റേറ്റ് Q0. Q0യിൽ 1 വരുമ്പോഴോ? Q0യിൽ 1 വരുമ്പോൾ ഐ എം ഗോയിങ് ടു ദ സ്റ്റേറ്റ് Q1. 1 വരുമ്പോൾ ഐ എം അഗെയിൻ ഗിവിങ് മൈ ഔട്ട്പുട്ട് ആസ് 1. Q0യിൽ 1 വരുമ്പോൾ 1 തന്നെയാണ് ആക്കുന്നത്. ഓക്കെ, ഇനി Q1ൽ 1 വന്നു. Q1ൽ ഈ 1 വന്നപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോണേ? Q1ൽ 1 വരുമ്പോൾ ഞാൻ Q1ൽ തന്നെ നിൽക്കും. Q1ൽ 1 വരുമ്പോൾ ഐ വിൽ മേക്ക് ഇറ്റ് ആസ് 0. 1 വരുമ്പോൾ ഞാൻ 1നെ 0 ആക്കും. അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഐ വിൽ റിമെയിൻ ഇൻ ദ സ്റ്റേറ്റ് Q1 itself. ഇപ്പോൾ ഇത് നോക്കൂ, നിങ്ങൾക്ക് ഈ ആൻസർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 0100. ഇങ്ങനെയാണ് നിങ്ങൾ വായിക്കേണ്ടത്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ്. അപ്പോൾ 0100 നോക്കൂ, ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ നോക്കൂ, 0100 തന്നെയല്ലേ? സോ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങളൊന്ന് കൊടുത്ത് നോക്കിക്കോളൂ. ആൻഡ് ദെൻ you see if you are getting the right answer. Okay, just make a note of this. Okay, next you need to construct a Mealy machine that prints A whenever 0 1 is encountered. Okay, അപ്പോൾ ഒരു സ്ട്രിങ്ങിൽ 0 1 എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ അതൊരു A എന്നുള്ളത് ഔട്ട്പുട്ടായിട്ട് പ്രിന്റ് ചെയ്യണം. സോ ഹൗ ഡു യു ഡു ദിസ്? ഇതിനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 0 1 വെച്ച് എൻഡ് ചെയ്യണ ഒരു DFA നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യം നിങ്ങൾ പറയൂ, ഇൻപുട്ട് എന്തൊക്കെയാണ്? ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്തൊക്കെയാണ്? 0s and 1s ആണ്. ഓക്കെ, ഔട്ട്പുട്ട് ആൽഫബറ്റിൽ എന്തൊക്കെ വരും? എ വരണം. അല്ലാത്ത പക്ഷം നമ്മളതിനെ B എന്നോ വേറെ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് വെച്ചിട്ട് നമ്മളതിനെ ഔട്ട്പുട്ട് കാണിക്കണം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, വി നീഡ് ടു ജസ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് A's. ഓക്കെ, 0 1 വന്നാൽ ഒരു A പ്രിന്റ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 0 1 വെച്ച് എൻഡ് ചെയ്യണ ഒരു DFA എങ്ങനെയാണ് വയ്ക്കുക? ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് Q0 വരുന്നു. അപ്പോൾ ഐ വിൽ ഗോ ടു എ സ്റ്റേറ്റ് Q1. On getting a 1, I will go to a final state Q2. Okay, Q0ൽ 0 വന്നു കഴിഞ്ഞാൽ Q1 പോകും. 1 വന്നു കഴിഞ്ഞാലോ it will simply remain in the same state. Okay, ഇവിടെയോ? ഓക്കെ, ഇവിടെയാണെങ്കിലും 0 1 വെച്ചിട്ട് ഇവിടെ 0 വന്ന് എനിക്ക് ലൂപ്പ് ചെയ്യാം, ബിക്കോസ് 0 1 വെച്ചിട്ട് തന്നെയല്ലേ അത് എൻഡ് ചെയ്യണത്. ഓക്കെ, ഇനി ഞാൻ Q2ൽ 0 വന്ന് എന്ത് ചെയ്യും?
Q2 0 വന്നു കഴിഞ്ഞാൽ ഐ ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ഐ ഗെറ്റ് എ 1 അല്ലേ. അപ്പം ഞാൻ Q2 0 വന്നാൽ ഐ വിൽ ജസ്റ്റ് മൂവ് ടു എ സ്റ്റേറ്റ് Q1. Q2 1 വന്നാലോ, 1 വന്നു കഴിഞ്ഞാൽ എനിക്ക് 0 1 എത്ര വരെ വെയിറ്റ് ചെയ്യണം അല്ലേ. അപ്പം ഞാൻ എന്താണ് 1 വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് പോകും, എന്നാലേ എനിക്ക് 0 1 എത്ര വരെ എനിക്ക് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ നോക്കൂ, ഇതിൽ ഹൗ ഡു യു മാർക്ക് ദി ഔട്ട്പുട്ട്. ഇതെങ്ങനെയാ നോക്കൂ, നമുക്ക് 0 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 0 1 എനിക്ക് ഇവിടെ കിട്ടി, അപ്പം എനിക്കിവിടെ എ പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിലൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ബി പ്രിന്റ് ചെയ്യണം. ബാക്കിയുള്ളടത്തൊക്കെ നിങ്ങൾ ബി കൊടുക്കുക. വെരി സിമ്പിൾ. അപ്പോൾ നോക്കൂ, എൻ്റെ എക്സാമ്പിളിൽ 0 1 0 1. ഓക്കെ, ഇതിൽ നോക്കൂ, ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് Q0. Q0യിൽ 0 കിട്ടിയപ്പോൾ ഞാൻ എന്ത് പ്രിന്റ് ചെയ്തു, Q0യിൽ 0 വരുമ്പോൾ ഞാൻ ബി പ്രിന്റ് ചെയ്തു. ആൻഡ് ഐ വിൽ ഗോ ടു ദ സ്റ്റേറ്റ് Q1. Q1ൽ 1 വരുമ്പോൾ ഐ വിൽ ഗോ ടു എ സ്റ്റേറ്റ് Q2. Q1ൽ 1 വരുമ്പോൾ ഐ വിൽ പ്രിന്റ് എ. ഓക്കെ, Q2ൽ 0 വരുമ്പോൾ എങ്ങോട്ടാ പോണേ, Q2ൽ 0 വരുമ്പോൾ Q1ലേക്ക് പോയി. അതിൻ്റെ ഔട്ട്പുട്ട് അസോസിയേറ്റഡ് എന്താണ്, ബി ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ഒരു ഇൻപുട്ടും കൂടി ഉണ്ട്, 1. Q1ൽ 1 വന്നു. Q1ൽ 1 വരുമ്പോൾ ഐ വിൽ അഗെയിൻ ഗോ ടു ദ സ്റ്റേറ്റ് Q2. Q1ൽ 1 വരുമ്പോൾ അതിൻ്റെ അസോസിയേറ്റഡ് ഔട്ട്പുട്ട് എന്താണ്, എ ആണ്. ബി എ 2 എ അല്ലേ വന്നിരിക്കുന്നത്. 0 1 0 1ൽ എത്ര 0 1s ഉണ്ട്, 2 അല്ലേ. സോ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്.